ഹായ് ഓൾ. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇൻകം ടാക്സിൻ്റെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ രീതിയിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റെഗുലറായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വലിയ കുറേ സെക്കൻഡ്സോ അല്ലെങ്കിൽ വലിയ കുറേ പോയിന്റ്സോ പെർസെൻറ്റേജോ അങ്ങനെയൊന്നും പഠിക്കാനൊന്നുമില്ല. ഒരു ചെറിയൊരു ചാപ്റ്റർ നമുക്ക് നോക്കാം. ഓക്കെ, ദ ബ്ലാക്ക് മണി ആൻഡ് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ആക്ട് 2015 നോക്കാം. അതായത് ഇത് വളരെ കുറഞ്ഞ സെക്ഷൻസ് അല്ലെങ്കിൽ വളരെ കുറച്ച് സെക്ഷൻസ് മാത്രം പറയുന്ന ഒരു ചെറിയൊരു ആക്റ്റാണ്. നമുക്ക് പഠിക്കാനുള്ളത് അത്രേ ഉള്ളൂ. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ബ്ലാക്ക് മണി അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്സ്. Undisclosed foreign income and assets and imposition of tax act 2015. മനസ്സിലായി? അതായത് ദ ബ്ലാക്ക് മണി അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്സ്. സോ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഫോറിൻ ഇൻകം ഉണ്ടെങ്കിൽ ഓക്കെ, അതിന് ടാക്സ് എഫക്ട് എങ്ങനെ വരും എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന ഒരു ചെറിയൊരു ആക്ട്. മനസ്സിലായി? സോ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇതാ, അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്സ്. സോ ഇനീഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാ, എന്തൊക്കെയാണ് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം, അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയകൾ വരുമ്പോഴാണ് അൺഡിസ്ക്ലോസ്ഡ് അസറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഫോറിൻ ഇൻകമോ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഫോറിൻ അസറ്റോ ഉണ്ടെങ്കിൽ അതിന് ഇവിടെ അതിന്റെ ടാക്സിന്റെ ഇമ്പോസിഷൻ എങ്ങനെയായിരിക്കും? ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പറഞ്ഞത്. പിന്നെ പഠിക്കാനുള്ളത് ഇതുമായിട്ട് കയറി വരുന്ന പെനാൾട്ടീസിനെ കുറിച്ച്. സോ നമുക്ക് ഈ വീഡിയോക്കകത്ത് ഇതിന്റെ ടാക്സ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയറിലോട്ട് കിടക്കാം. ഓക്കെ, സോ നോക്കി, ദ ആക്ട് എക്സ്റ്റെൻഡ്സ് ദ ഹോൾ ഓഫ് ഇന്ത്യ and provides that the tax at the rate of 30% shall be charged. ശ്രദ്ധിച്ചേ, at the rate of 30% shall be charged on every assessee for every assessment year in respect of total undisclosed foreign income and asset of the previous year. Section 3. സോ സെക്ഷൻ 3-ക്കകത്താണ് നമ്മളോട് റേറ്റ് പറയുന്നത്. ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് അസസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്തുണ്ടെങ്കിൽ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള, അൺഡിസ്ക്ലോസ്ഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്ലോസ് ചെയ്യാത്തതിനെയാണ് നമ്മൾ അൺഡിസ്ക്ലോസ്ഡ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ടാക്സിന്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് അങ്ങനെ ഒരു ഫോറിൻ ഇൻകം ഉണ്ട് എന്ന് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? അൺഡിസ്ക്ലോസ്ഡ് എന്ന് പറയാം. സോ നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഫോറിൻ ഇൻകമോ അസറ്റോ ഉണ്ടെങ്കിൽ ഓക്കെ, അതിന്റെ ടാക്സ് എഫക്ട് എന്ന് പറയുന്നത് എത്രയാണോ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻകം അതിന്റെ 30% നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും അണ്ടർ സെക്ഷൻ 3. ഓക്കെ, സോ നോക്കാം ടാക്സ് പോയിന്റ്സ്. നോക്കി, അസസി മീൻസ് ഹിയർ ഈ ആക്ടിനകത്ത് അസസി എന്ന് പറയുമ്പോൾ അസസി മീൻസ് എ പേഴ്സൺ ബീയിങ് എ റെസിഡന്റ് അതർ ദാൻ നോട്ട് ഓർഡിനറി റെസിഡന്റ് ഇൻ ഇന്ത്യ. ദാറ്റ് മീൻസ് എന്തായിരിക്കും? റെസിഡന്റ് ഇൻ അല്ലേ റെസിഡന്റ് ഇൻ ഇന്ത്യ ആയിരിക്കും. കാരണം റെസിഡന്റ് അതർ ദാൻ നോട്ട് ഓർഡിനറി റെസിഡന്റ് അങ്ങനെ വരുന്ന നേരത്ത് നമുക്ക് എന്തെന്ന് പറയാം? ഓർഡിനറി റെസിഡന്റ് ആണെന്ന് പറയാം. ഓക്കെ, വിത്തിൻ ദ മീനിങ് ഓഫ് സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ഓഫ് ഇൻകം ടാക്സ് ആക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? ഈ പറയുന്ന പോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 6 അനുസരിച്ച്. സോ അതിനകത്ത് പറയുന്ന റെസിഡന്റ്, ഈ ഒരു ടേമും കൂടെ ശ്രദ്ധിക്കണം, അതർ ദാൻ നോട്ട് ഓർഡിനറി റെസിഡന്റ്. സോ എന്തായിരിക്കും? ഓർഡിനറി റെസിഡന്റ് ആയിരിക്കും. By whom the tax in respect of undisclosed foreign income and assets or any other sum of money is payable under this act and includes every person who is deemed to be assessee in default under this act. Assessee in default എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന പ്രൊവിഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ assessee in default എന്ന് പറയുന്നത്. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യം, assessee എന്ന് വെച്ചാൽ ആരായിരിക്കും? ഓർഡിനറി റെസിഡന്റ് ആയിരിക്കും. ഏത് പ്രകാരം? സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ഓഫ് ഇൻകം ടാക്സ് ആക്ടിനകത്ത് പറയുന്ന ഓർഡിനറി റെസിഡന്റ് എന്താണോ അതാണ് നമ്മൾ ഇവിടുത്തെ assessee ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. And the second one, the previous year means, okay, the period beginning with the date of setting up of the business and ending with the date of the closure of the business or the 31st March following the date of setting up of such a business whichever is earlier. അറിയാലോ, സാധാരണ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ്? The period beginning with the date of setting up of the business. എന്നാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തൊട്ട് ഏതുവരെ? 31st മാർച്ച് വരെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വരെ? Within the date of the closure of the business or the 31st March of the following date of setting up the business whichever is earlier. That means ബിസിനസ് എന്നാണോ തുടങ്ങുന്നത് അന്ന് തൊട്ട് 31st മാർച്ച് വരെ, അതല്ലെങ്കിൽ ആ ബിസിനസിന്റെ ക്ലോഷർ വരെ. And the second one, the period beginning with the date on which a new source of income comes to existence and ending with the date of the closure of the business or 31st March of the following date
on which such a new source of income into existence whichever is earlier. ഈ പറയുന്നത് പോലെ ബിസിനസിന്റെ പറയുന്നത് പോലെ തന്നെ പുതിയതായിട്ട് ഒരു ഇൻകം ഉണ്ടാവുന്നത് എപ്പോഴാണോ ആ ഡേറ്റ് തൊട്ട് 31st മാർച്ച് വരെ അല്ലെങ്കിൽ ആ ഇൻകം ഉണ്ടാവുന്നത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് വരെ whichever is earlier. And the third one, the period beginning with the first day of the financial year and ending with the date of discontinuance of the business other than the business referred in section B, or dissolution or unincorporated body or liquidation of a company as the case may be. That means previous year start ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഫസ്റ്റ് ഡേ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, ഫസ്റ്റ് ഏപ്രിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അതിന്റെ ലിക്വിഡേഷനോ അല്ലെങ്കിൽ അതിന്റെ ക്ലോഷർ എപ്പോഴാണോ അത്രയും വരെ. And the last one, the period of 12 months commencing from first day of April of the relevant year in any other case. So normal കേസിനകത്ത് പറയുന്നത് പോലെ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ തൊട്ട് 31st മാർച്ച് വരെ. ചുമ്മാ പ്രീവിയസ് ഇയർ എന്തൊക്കെയാണെന്ന് പറഞ്ഞൊന്ന് മാത്രം. ഏതിനകത്ത് പറയുന്നത് തന്നെയാണ്, നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിനകത്ത് പറയുന്നത് അതേപോലെ തന്നെയാണ് പറയുന്നത്. സോ എന്തൊക്കെയാണ് പറഞ്ഞത്? എപ്പോഴാണോ ബിസിനസ് തുടങ്ങുന്നത് അത് തൊട്ട് ബിസിനസ് തീരുന്നത് വരെ അല്ലെങ്കിൽ 31st മാർച്ച് വരെ. അതിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഇനി ബിസിനസ് അല്ലെങ്കിൽ ഒരു ന്യൂ സോഴ്സ് ഓഫ് ഇൻകം എപ്പോഴാണോ കിട്ടുന്നത് അത് തൊട്ട് 31st മാർച്ച് വരെയോ അല്ലെങ്കിൽ അതിന്റെ ക്ലോഷർ വരെയോ. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി ഇതൊന്നും അല്ലെങ്കിൽ നോർമലി ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് തൊട്ട് ഈ വർഷം പ്രീവിയസ് ഇയറിൽ ഇത് അവസാനിപ്പിക്കുമെങ്കിൽ അവസാനിക്കുന്ന ഡേറ്റ് വരെ. ഇനി ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ തൊട്ട് ഏതുവരെ ഈ ഫിനാൻഷ്യൽ ഇയർ തീരുന്നത് വരെ, പ്രീവിയസ് ഇയർ അവസാനിക്കുന്നത് വരെ. അതിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. നോക്കി, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണേ. അൺഡിസ്ക്ലോസ്ഡ് അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ മീൻസ്, സോ ഇവിടെ ടാക്സ് 30% അടക്കണം എന്ന് പറയുന്നത് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യയിലോ ഉണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ടേമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺഡിസ്ക്ലോസ്ഡ് അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ മീൻസ് ആൻ അസറ്റ് ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ആൻ എൻറ്റിറ്റി ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ held by the assessee in his name or in respect of which he is a beneficial owner and he has no explanation about the source of investment in such asset, or the explanation given by him is in the opinion of the assessing officer unsatisfactory. Situation മനസ്സിലായി? എന്തൊക്കെയാ പറഞ്ഞേ? Located outside India, held by the assessee in his name or in respect of which he is a beneficial owner. അതായത് അസസിയുടെയോ അല്ലെങ്കിൽ ആ അസറ്റിന്റെ ബെനിഫിഷ്യൽ ഓണർ അസസി ആവുകയോ ചെയ്താൽ, ആൻഡ് ഹി ഹാസ് എ നോ എക്സ്പ്ലനേഷൻ അബൌട്ട് ദ സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സച്ച് അസറ്റ്. ആ അസറ്റിന്റെ മുകളിലുള്ള സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് അല്ലെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ കറക്റ്റ് അല്ല, സാറ്റിസ്ഫാക്ടറി അല്ല. ഇങ്ങനെയാണെങ്കിൽ ആ അസറ്റുകളെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? അൺഡിസ്ക്ലോസ്ഡ് അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ അസറ്റിന്റെ പേരിൽ ഒരു അസറ്റ് ഉണ്ട്. അസറ്റ് എവിടെയാ? ഔട്ട്സൈഡ് ഇന്ത്യക്കകത്താണ്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അസസിംഗ് ഓഫീസർക്ക് അൺസാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ അതിനെ ആ അസറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? അൺഡിസ്ക്ലോസ്ഡ് അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയാം. അതേപോലെ തന്നെ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം. നെക്സ്റ്റ് okay, the undisclosed foreign income and asset means the total amount of undisclosed income of an assessee from a source located outside India, and the value of an undisclosed asset located outside India referred to in section 4 and computed in manner laid on in section 5. നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ 5 വരുന്നേ ഉള്ളൂ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? So undisclosed foreign income and asset means the total amount of undisclosed income of an assessee from a source located outside India. ഇന്ത്യക്ക് പുറമേ ഉള്ള ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് എന്തുണ്ടായിട്ടുണ്ട്? ഇൻകം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അസസി അത് അൺഡിസ്ക്ലോസ്ഡ് ആണ്. ദാറ്റ് മീൻസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഡിസ്ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ എന്തായിരിക്കും? റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കൊടുത്തിട്ടില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺഡിസ്ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് an undisclosed asset located outside India shall be charged to tax on its value in the previous year in which such assets comes to notice of the assessing officer. മനസ്സിലായി? ആ അസറ്റ് എന്നാണോ വാങ്ങിച്ചത് അല്ലെങ്കിൽ ആ അസറ്റ് എപ്പോൾ തൊട്ടാണ് എന്നുള്ളതിനല്ല ഇവിടെ പ്രസക്തി പറയണേ. ഇവിടെ പറയുന്ന കാര്യം നോക്കി, ആൻഡ് അൺഡിസ്ക്ലോസ്ഡ് അസറ്റ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഷാൾ ബി ചാർജ്ഡ് ടു ടാക്സ്. എപ്പോഴാണ് അത് ചാർജബിൾ ആവണേ? ഓൺ ഇറ്റ്സ് വാല്യൂ ഇൻ ദ പ്രീവിയസ് ഇയർ in which such asset comes to notice of the assessing officer. മനസ്സിലായി? അസസിംഗ് ഓഫീസർ അങ്ങനെ ഒരു ഈ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ട് അസറ്റ് എന്നാണ് നോട്ടീസ് ചെയ്യുന്നത്, ആ വർഷമാണ് അതിന് എന്തുണ്ടാവുന്നത്? ചാർജബിൾ ആവണം. ആ അൺഡിസ്ക്ലോസ്ഡ് അസറ്റിന്റെ വാല്യൂ ചാർജബിൾ ആവണം. ഇനി വാല്യൂ ഓഫ് ആൻ അൺഡിസ്ക്ലോസ്ഡ് അസറ്റ് മീൻസ് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൻ അസറ്റ്സ്. അത് ഇപ്പം ഇന്ത്യക്ക് പുറമെ ഉള്ള ഒരു അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നെയാണ്, ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് ആൻ എൻറ്റിറ്റി ഡിറ്റർമൈൻ ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്.
സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ അൺഡിസ്ക്ലോസ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഡിസ്ക്ലോസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാത്ത ഒരു അസറ്റിനെയാണ് നമ്മൾ അൺഡിസ്ക്ലോസ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എപ്പോഴാണ് ചാർജബിൾ ആവണേ, അല്ലെങ്കിൽ ഏത് വാല്യൂവിനാണ് ചാർജബിൾ ആവണേ? പ്രീവിയസ് ഇയറിൽ ഏത് വർഷമാണോ അസസിംഗ് ഓഫീസർ നോട്ടീസ് ചെയ്യുന്നത് ആ വർഷമാണ് അത് ചാർജബിൾ ആവണേ, അല്ലെങ്കിൽ ആ വർഷത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതായിരിക്കും അതിന്റെ വാല്യൂ. അതിന് മുകളിൽ വേണം ടാക്സ് കൊടുക്കാൻ. അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറയണേ. സെക്ഷൻ 4-നകത്തും സെക്ഷൻ 5-നകത്തും അത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് സെക്ഷൻ 3-കകത്ത് നമ്മളോട് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ആ 30% ചാർജബിൾ കേസ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് സെക്ഷൻ 4-ഉം സെക്ഷൻ 5-ഉം. അതിനു മുമ്പ് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ട് അസറ്റ് എന്താണെന്നും അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻകം, ഫോറിൻ ഇൻകം എന്താണെന്ന് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ചാർജബിലിറ്റിയിലോട്ട് കിടക്കുന്ന നേരത്ത് നോക്കി, സ്കോപ്പ് ഓഫ് ടോട്ടൽ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്സ്. The first one, the total undisclosed foreign income and assets of the previous year of an assessee shall be the income from a source located outside India which has not been disclosed in return of income furnished under section 139 of the Income Tax Act. That means assessee assessment അല്ലെങ്കിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് സെക്ഷൻ 139 പ്രകാരം റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് അതിന് എന്ത് കാണിച്ചിട്ടില്ല, ഹാസ് നോട്ട് ബീൻ ഡിസ്ക്ലോസ്ഡ് ഇൻ ദ റിട്ടേൺ. ഓക്കെ, അതെവിടെ റിട്ടേണിനകത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആണെന്ന് പറയാം. നമ്പർ 1. Number 2, the income from a source located outside India in respect of which a return is required to be furnished under section 139 of Income Tax Act but no return of income has been furnished. മനസ്സിലായോ? ഓക്കെ, എന്ത് ചെയ്തിട്ടില്ല, no return of income has been furnished under section 139 of Income Tax Act and the value of undisclosed asset located outside India. സോ സിറ്റുവേഷൻ പറയുന്നത് ആ അൺഡിസ്ക്ലോസ്ഡ് എന്നാണ് പറയണേ. എന്താ ഈ റിട്ടേൺ 139 പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് ആ അസറ്റിന്റെ വാല്യൂയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആ ഇൻകമോ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്നുള്ള രീതിക്ക് ഫോറിൻ ഇൻകം എന്ന് പറയണേ. പോയിന്റ് നമ്പർ 2, എനി വേരിയേഷൻ ശ്രദ്ധിക്കേണ്ടതാ. ഓക്കെ, അൺഡിസ്ക്ലോസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുമ്പോൾ മാത്രം ഒരു പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. എനി വേരിയേഷൻ മെയ്ഡ് ഇൻ ദ ഇൻകം ഫ്രം എ സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ദ അസസ്മെന്റ് ഓർ റീഅസസ്മെന്റ് ഓഫ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഓഫ് ദ അസസി അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 29 ടു സെക്ഷൻ 43C. ഏതാ? PGBP or 57 to 59 income from other source or section 92C transfer pricing of the said act shall not be included in the total undisclosed foreign income. That means 92C പ്രകാരം നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്തോ അല്ലെങ്കിൽ PGBP പ്രകാരമുള്ള ഒരു ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലോ നിങ്ങൾ ഫോറിൻ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോറിൻ ഇൻകം നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അസസ്മെന്റ് നടത്തുന്ന നേരത്തോ റീഅസസ്മെന്റ് നടത്തുന്ന നേരത്തോ ആ എമൗണ്ടിന് ഒരു വേരിയേഷൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാതിരുന്നിട്ടില്ല, നിങ്ങൾ ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. PGBP എന്ന് പറയുന്ന ഹെഡിനകത്തോ അതർ സോഴ്സിനകത്തോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ 92C പ്രകാരം ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്തോ നിങ്ങൾ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ ആ ഡിസ്ക്ലോസ് ചെയ്തതിനകത്ത് ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നോക്കി, ഷാൾ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം. അതിനെ നിങ്ങൾക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി? And the next one, to avoid double taxation, the income included in the total undisclosed foreign income and assets under this act shall not form part of the total income under the Income Tax Act. Okay, അതായത് ഇവിടെ നോക്കേ, the income included in undisclosed foreign income, that means undisclosed foreign income ആണ് എന്ന് കണ്ടുപിടിച്ചാൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് കൊടുക്കണം. ഇത് ഏതിന്റെ പരിധിയിൽ വരില്ല, വീണ്ടും എടുത്തിട്ട് ഇൻകം ടാക്സ് പ്രകാരം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സിറ്റുവേഷൻ മനസ്സിലായോ? എങ്ങനെയായിരുന്നു? അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആണ്, നിങ്ങൾ ഇൻകം ടാക്സിന്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകത്തിന് ഇവിടെ 30% നിങ്ങൾ ടാക്സ് കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലായോ? അതുകൊണ്ട് ആ അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിനെ വീണ്ടും ഏതിന്റെ പുറകെ കൊണ്ടുപോകണ്ട, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കൊണ്ടുപോയിട്ട് ടാക്സ് കൊടുക്കാൻ വേണ്ടി നിൽക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ്, ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്സ്. സോ എന്തൊക്കെയാണ് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം അസറ്റ് എന്ന് പറഞ്ഞു. ഇനി അത് കമ്പ്യൂട്ട് ചെയ്യുന്ന നേരത്ത്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്പർ 1 നോക്കേ, no deduction in respect of any expenditure or allowance or set of any laws shall be allowed to the assessee whether or not it is allowable in accordance with the provision of Income Tax Act.
അതായത് അങ്ങനെ ഒരു ഇൻകം കിട്ടിയാൽ ആ ഇൻകത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഡിഡക്ഷൻസോ സെറ്റ് ഓഫോ ക്യാരി ഫോർവേഡോ ഈ സാധനങ്ങളൊന്നും കിട്ടില്ല. ഏത് പ്രകാരം പഠിച്ചാൽ നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിനകത്ത് പഠിച്ചിരിക്കുന്ന യാതൊരുവിധ എക്സംഷൻസോ സെറ്റ് ഓഫോ കാര്യങ്ങളൊന്നുമില്ല. സിറ്റുവേഷൻ മനസ്സിലായി? ഒരിക്കൽ കൂടെ, നോ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എനി എക്സ്പെൻഡിച്ചർ. ആ ഫോറിൻ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ പോലും എനി എക്സ്പെൻഡിച്ചർ ഓർ അലവൻസ് ഓർ സെറ്റ് ഓഫ് ലോസ്, ഇത് ഈ പറയുന്ന ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻസ് ഒന്നും ഇവിടെ അപ്ലിക്കബിൾ അല്ല. എത്രയാണോ ഇൻകം അതിന്റെ 30% ടാക്സ് അടച്ചേക്കണം. നമ്പർ 2, any income which has been assessed to tax for any assessment year under the Income Tax Act prior to the assessment year to which this act applies, or which is assessable or has been assessed to tax for any assessment year under this act, shall be reduced from the value of undisclosed asset located outside India if the assessee furnished the evidence to satisfaction to the assessing officer that the asset has been acquired from the income which has been assessed or is assessable as the case may be to tax. അതായത് ഓൾറെഡി നിങ്ങൾ പ്രീവിയസ് ഇയറിൽ എപ്പോഴോ അല്ലെങ്കിൽ മുമ്പുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴോ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫർണിഷ് ചെയ്തിട്ടുണ്ട് എന്ന് ആരെ ബോധിപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ എവിഡൻസ് ആരെ ഹാജരാക്കിയാൽ, ഈ പറയുന്ന അസസിംഗ് ഓഫീസറെ ഹാജരാക്കിയാൽ അതിന് വീണ്ടും നമ്മൾ ഇവിടെ ഒന്നും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സിറ്റുവേഷൻ മനസ്സിലായി? പക്ഷേ സാറ്റിസ്ഫാക്ടറി ടു അസസിംഗ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരിക്കൽ കൂടെ, വിച്ച് ഹാസ് ബീൻ എനി ഇൻകം വിച്ച് ഹാസ് ബീൻ അസസ്ഡ് ടു ടാക്സ് ഫോർ എനി അസസ്മെന്റ് ഇയർ under the Income Tax Act prior to the assessment year to which this act applies. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴോ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, assessed to tax and which is assessable or has been assessed to tax for any assessment year under this act. സോ ഓൾറെഡി നിങ്ങൾ ഇത് അസസ് ചെയ്ത ടാക്സ് കൊടുത്ത സാധനമാണ്. നമ്മൾ ഒരു കാര്യം പ്രധാനമായിട്ട് പറഞ്ഞു, എന്നാണോ അസസിംഗ് ഓഫീസർ ഇത് നോട്ടീസ് ചെയ്യുന്നത് അല്ലെ, ആ വർഷമാണ് ഇതിന് എന്തുണ്ടാവുന്നത്, 30% ചാർജ് കൊടുക്കേണ്ടത്. സോ നിങ്ങൾ അസസിംഗ് ഓഫീസറുടെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള എവിഡൻസ് ഹാജരാക്കുകയാണ്, ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയതാണ്, അതിന് ഞങ്ങൾ അപ്പോൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുവാണെങ്കിൽ ഈ ആക്ട് പ്രകാരം അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, the amount of deduction in case of immovable property, the amount of deduction in case of an immovable property shall be the amount which bears to the value of assets as on the first day of the financial year in which it comes to notice of the assessing officer. The same proportion as assessable or assessed foreign income bears to the total cost of asset. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് വാല്യൂ ട്രീറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മൾ എപ്പോഴത്തെ വാല്യൂ ആണ് നമ്മൾ എടുക്കണേ, എപ്പോഴത്തെയാ നോക്കി, വിച്ച് കംസ് ടു നോട്ടീസ് ഓഫ് ദ അസസിംഗ് ഓഫീസർ. അസസിംഗ് ഓഫീസർ നോട്ടീസ് ചെയ്യുന്നത് ഏത് പ്രീവിയസ് ഇയറിനകത്താണോ അതിന്റെ ഫസ്റ്റ് ഡേ. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇപ്പോൾ ഒരു അസറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് നമ്മൾ പറഞ്ഞു ഫെയർ മാർക്കറ്റ് വാല്യൂവിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണേന്നെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. സോ അവിടെ വാല്യൂ എന്ന് പറയുന്ന സാധനം നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ, ഫസ്റ്റ് ഡേ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഏതാണോ, പ്രീവിയസ് ഇയർ അല്ല, ഫസ്റ്റ് ഡേ ഓഫ് ഫിനാൻഷ്യൽ ഇയർ ഏതാണോ അതിലെ ആ ഡേറ്റിലെ മാർക്കറ്റ് വാല്യൂ വേണം നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ, അതിന്റെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. നോക്കി, എ ഹൗസ് പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ വാസ് അക്യൂർഡ് ബൈ ആൻ അസസി ഇൻ ദ പ്രീവിയസ് ഇയർ 2009-10 ഫോർ ₹50 lakhs. 50 ലക്ഷത്തിനാണ് അത് വാങ്ങിക്കണേ. ഔട്ട് ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 50 lakh, 20 lakhs വാസ് അസസ്ഡ് ടു ടാക്സ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ 2009-10. അതായത് 50 ലക്ഷത്തിന്റെ ആണ്, പക്ഷെ അതിൻ്റെ അകത്ത് 20 ലക്ഷം രൂപ മാത്രമേ നമ്മൾ എന്ത് കാണിച്ചിട്ടുള്ളൂ, ടാക്സിന് കാണിച്ചിട്ടുള്ളൂ. And earlier years, such undisclosed assets comes to notice of the assessing officer in the year 2018-19. മനസ്സിലായി? ഇനി if the value of assets in the year 18-19 is ₹1 crore, the amount chargeable to tax is 60 lakhs. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം. അതായത് 50 ലക്ഷം രൂപയുടെ അസറ്റ് നിങ്ങൾ വാങ്ങിച്ചു, ആ 50 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആകെ നിങ്ങൾ 20 ലക്ഷം രൂപയുടെ അസറ്റിന്റെ വാല്യൂ മാത്രമേ അസസ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ നിങ്ങൾ റിട്ടേണിനകത്ത് സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 30 ലാക്സിന്റെ നിങ്ങൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് പുറത്ത് അസറ്റ് വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുറത്ത് അസറ്റ് വാങ്ങിക്കുമ്പോൾ 50 ലക്ഷത്തിൽ 20 ലക്ഷം മാത്രമേ നിങ്ങൾ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണിച്ചിട്ടുള്ളൂ, ബാക്കി 30 ലക്ഷം രൂപ നിങ്ങൾ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് 60% നിങ്ങൾ എന്തായിട്ട് കാണിച്ചിട്ടില്ല, ഇവിടെ ഈ പറയുന്ന ഇൻകം ആയിട്ട് കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് അത് അസസിംഗ് ഓഫീസർ നോട്ടീസ് ചെയ്യണേ. അസസിംഗ് ഓഫീസർ നോട്ടീസ് നേരത്ത് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണേ, അതിന്റെ വാല്യൂ എത്രയാണ്, 1 കോടി രൂപയാണ് അതിന്റെ വാല്യൂ. സിറ്റുവേഷൻ മനസ്സിലായി? ആ 1 കോടി രൂപ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ആലോചിച്ചോക്കെ, അതിന്റെ 40% നിങ്ങൾ എന്നാണോ വാങ്ങിക്കുന്നത് അതിന്റെ 40% മാത്രമേ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അതിന്റെ 60% നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. സോ ഇവിടെ വാല്യൂ ഇപ്പോൾ 1 കോടി രൂപയാണെങ്കിൽ അതിന്റെ 60%, ₹6 lakh എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, ചാർജബിൾ ടു ടാക്സ്.
സിറ്റുവേഷൻ മനസ്സിലായി. സോ സെക്ഷൻ 3, സെക്ഷൻ 4, സെക്ഷൻ 5 ഈ 3 സെക്ഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഒരു വീഡിയോ കൂടെ എടുക്കുമ്പോൾ തീരും. കാരണം അടുത്ത വീഡിയോയിലെ അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയറും അതിൻ്റെ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കേൾക്കുക. നമുക്ക് പ്രോബ്ലംസും കൂടെ കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പ്രോബ്ലംസും കൂടെ ചെയ്യാം. ഓക്കെ, ബൈ.